हरि ओम. ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ओम शांति शांति शांति. शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് 57 58 ശ്ലോകമാണ്. 56 കഴിഞ്ഞു, സത്യധർമ്മ ത്രിവിക്രമ. അപ്പോൾ ഇന്നിപ്പോൾ 57 58 ഒന്നിച്ച് ചെല്ലാൻ നോക്കാം. മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഗ കൃതന്തകൃത് മഹാവരാഹോ ഗോവിന്ദ സുഷേണകനകം ഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗജാധര. ഇന്ന് എടുക്കേണ്ട നാമം 532. കൃതജ്ഞ. കൃതജ്ഞ കാര്യമായ ജഗത്തും ആത്മാവുമായവൻ എന്നർത്ഥം. ദ ടു ഇൻ വൺ. കാര്യമായിരിക്കുന്ന ജഗത്ത്, ദ ഇഫക്റ്റ് ആൻഡ് ദ കോസ്. ഈ ഇഫക്റ്റ് തന്നെയാണ് കോസ്, കോസ് തന്നെയാണ് ഇഫക്റ്റ്. അപ്പം ടു ഇൻ വൺ, കൃതജ്ഞ. ബട്ട് സാമാന്യ ഭാഷയിൽ സാധാരണ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഈ പദത്തിന്, കൃതജ്ഞ എന്നുള്ള പദത്തിന് അർത്ഥം നന്ദിയുള്ളവൻ എന്നാണ്. അർത്ഥത്തിന് ഉണ്ട്, അത് നമുക്ക് കാണാം, അർത്ഥത്തിനുണ്ട്. പക്ഷെ ആ കൃതജ്ഞൻ എന്നുള്ളത് എന്തിനാണെന്നും അത് നമുക്ക് പിന്നെ കാണാം. പക്ഷെ കൃതജ്ഞൻ എന്ന് കൂടാതെ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്: കാര്യമായ ജഗത്തും ആത്മാവുമായവനാണ് കൃതജ്ഞൻ. അതായത് എങ്ങനെയാണ് അതിന് ആ അർത്ഥം കൽപ്പിക്കണമെന്ന് വെച്ചെങ്കിൽ, കൃതജ്ഞ എന്നുള്ള നാമം ഭഗവാനായിട്ട് എടുക്കുമ്പോൾ കൃതം എന്നാൽ ചെയ്യപ്പെട്ടത്, കൃതജ്ഞ കൃതം ചെയ്യപ്പെട്ടത്. എന്താ ചെയ്യപ്പെട്ടത്? കാര്യമായ ഈ ജഗത്തായി തീർന്നവൻ, അതാണ് കൃതം. ഭഗവാൻ എന്താ ഉണ്ടായത്? കാര്യമായിട്ട് ഈ ജഗത്തായി തീർന്നു. He became the cause, became effect itself and became the effect. അതായത് വിശ്വം. വിശ്വം എന്ന ഒന്നാമത്തെ നാമം ഉണ്ടല്ലോ, വിശ്വം, വിഷ്ണു, വഷട്കാരോ എന്ന്. അത് ഭഗവാൻ വിശ്വമായി തീർന്നു. ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുണ്ടാക്കിയതല്ല വിശ്വം, ഭഗവാൻ തന്നെയാണ് വിശ്വം. അപ്പോൾ ഈ കാര്യമായ ജഗത്ത് മുഴുവനും ആത്മാവായി വ്യാപിച്ചു നിൽക്കുന്ന കാരണപുരുഷനായ ഭഗവാൻ കൃതജ്ഞൻ. കാര്യത്തിൽ കാരണം പ്രകടമായി നിൽക്കുന്നു. അപ്പോൾ ജീവികളുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്നർത്ഥം. അതാണ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കേണ്ട അർത്ഥം. അതാണ്. നിങ്ങളുടെയോ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ ഒരു ഭാഗത്തിരുന്നിട്ട് നിങ്ങളുടെ പാടായി വിട്ടോളും, പോയിക്കോളും, എവിടെ വെച്ചാൽ പോയി ജോലി നോക്കിക്കോളും എന്ന് പറഞ്ഞ് വിടുകയല്ല. ആ കാരണമായ പ്രൈമോർഡിയൽ കോസ്,
ആ കോസ് തന്നെയാണ് ഈ കാരണമായി മാറിയിട്ടുള്ളത്. ഈ ജഗത്ത് മുഴുവൻ ഭഗവാൻ തന്നെയാണ്. വിശ്വം, വിഷ്ണു, വിശ്വം എന്നുള്ള വാക്ക് തന്നെ ഭഗവാന്റെ പേരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സദാസമയത്തും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നത് കൊണ്ട്, നമ്മളെ വിട്ട് എങ്ങോട്ടും പോകാത്തത് കൊണ്ട് ഞങ്ങൾ ഭഗവാനോട് കൃതജ്ഞനാണ്, നന്ദിയുള്ളവനാണ്. കൃതജ്ഞയുടെ വേറൊരു അർത്ഥം ഇവിടെ കൃതജ്ഞ, സൃഷ്ടി അറിയുന്നവൻ എന്നർത്ഥം. അതാണ് ക്ഷേത്രജ്ഞൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ അർത്ഥത്തിലാണ് നമ്മൾ നേരത്തെ കണ്ടത്. കൃതം എന്ന് വെച്ചെങ്കിൽ സൃഷ്ടി, ജ്ഞ എന്ന് വെച്ചാൽ അറിയുന്നവൻ. അപ്പോൾ കൃതജ്ഞൻ, സൃഷ്ടി അറിയുന്നവൻ, സൃഷ്ടിയായി മാറിയവൻ. അതുകൊണ്ട് കൃതജ്ഞ എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ സാമാന്യമായിട്ട് പറയുന്ന അർത്ഥം നന്ദി. എന്തുകൊണ്ടാണ് ഭഗവാന് നന്ദി എന്ന് പറയാൻ കാരണം? ആ കാരണമാണ് നമ്മളിതൊക്കെ ഇതേവരെ പറഞ്ഞു വന്നത്, കൃതജ്ഞ എന്നുള്ള വാക്കിൽ നിന്ന്. ആദി കാരണമായിട്ടുള്ള ഭഗവാൻ ഓരോ സൃഷ്ടിയിലും ക്ഷേത്രജ്ഞനായി മാറി നിന്ന് ക്ഷേത്രങ്ങൾ സൃഷ്ടിച്ച് ആ ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഒരെണ്ണത്തിലെങ്കിലും ഞാൻ ഇല്ലാണ്ടിരുന്നിട്ടില്ല അർജുന, എല്ലാ ദിക്കിലുമുണ്ട്. ഈശ്വര സർവഭൂതാന അമൃതേശേ അർജുന തിഷ്ഠതി. എല്ലാ ജീവികളിലും ഞാനുണ്ട്. അതുകൊണ്ട് നമ്മളെ വിട്ടു പോകാതെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമ്മൾ എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ ഭഗവാനുണ്ട്. ഇടത്തോട്ട് തിരിഞ്ഞാൽ ഭഗവാൻ, വലത്തോട്ട് തിരിഞ്ഞാൽ ഭഗവാൻ, മുകളിലേക്ക് നോക്കിയാൽ ഭഗവാൻ, താഴത്തേക്ക് നോക്കിയാൽ ഭഗവാൻ, മുമ്പിൽ ഭഗവാൻ, പിമ്പിൽ ഭഗവാൻ, എവിടെ തന്നെ ഇല്ലാത്ത ഭഗവാൻ. അന്തര്യാമിയല്ലേ, എല്ലാ ദിക്കിലും ഭഗവാൻ ഉണ്ട്, നമ്മളുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ താങ്ക് യു വെരി മച്ച്. എത്ര ഭഗവാനോട് നന്ദി പറയേണ്ടത് ഈ സൃഷ്ടി. കാരണം ഒരു പ്രൊട്ടക്ടറാണ് നമ്മളുടെ കൂടെ ഉള്ളത്. നമ്മളുടെ സ്രഷ്ടാവ് നമ്മളുടെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ എന്ത് എക്സ്പെക്റ്റ് ചെയ്യാൻ സൃഷ്ടിക്ക്? മനസ്സിലായില്ലേ? പക്ഷേ മനുഷ്യന്മാർ ഇത്രയൊന്നും നന്ദി പറഞ്ഞാൽ പോരാ. മനുഷ്യന്മം കിട്ടിയത് എത്രയോ ഭാഗ്യം. ശങ്കരാചാര്യർ പറയും, ജന്തൂനം നരജന്മ ദുർലഭമത പുംസ്തം തതോ വിപ്രത തസ്മാത് വൈദിക ധർമ്മമാർഗപരത വിദ്വത്വമാസത്പര ആത്മാനാത്മവിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതോ മുക്തർനോ ശതകോടി ജന്മ സുഹൃതൈ പുണ്യൈർന വിന്യാം ലഭ്യതേ. എത്രയോ ശതകോടി ജന്മങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ മനുഷ്യജന്മം കിട്ടിയത് എത്രയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യങ്ങളുടെ ഫലമാണെന്ന് പറയണം മനുഷ്യജന്മം കിട്ടിയത്. ജീവരാശികളുടെ ഇടയിൽ മനുഷ്യജന്മം ലഭിക്കുക എന്നത് വളരെ വളരെ വിരളമാണ്, വളരെ വിരളമാണ്. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളിലും മനുഷ്യജന്മം എത്രയുണ്ടെന്ന് നോക്കൂ. വെരി നെഗ്ലിജിബിൾ പെർസെൻറ്റേജ്. ദ ചോസൺ ഫ്യൂ ആണ് നമ്മൾ, ദ ക്രീം. നമ്മളതിനെ കൊണ്ട് കുട്ടിച്ചോറാക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാ കഷ്ടം തന്നെയാണ്, സൂയിസൈഡ്. ജന്തൂനം നരജന്മ ദുർലഭമത്, വളരെ ദുർലഭമായിട്ടുള്ളതാണ് നരജന്മം എന്ന് പറയുന്നത്. എന്തിനാ കാരണം? കാരണം നമ്മളുടെ ഇഷ്ടം പൂർത്തിയാക്കി തരാൻ ഭഗവാൻ നമുക്ക് ഈ ജന്മം തന്നതാ. നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടം എന്താ? എല്ലാവരുടെയും ഇഷ്ടം എന്താ? യന്ത്രവിനാലിൽ നിന്നും ചളിക്കുണ്ടിൽ നിന്നും പുറത്തേക്ക് ചാടണം. ഇതല്ലേ ടോട്ടൽ ലിബറേഷൻ. ഇതൊന്നും വയ്യ. ഒരു ഭാഗത്ത് മിണ്ടാണ്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. സുഖത്തിന് വേണ്ടിയിരിക്കുകയല്ല, സുഖമായിട്ടിരിക്കുക, അല്ലേ?
അങ്ങനെ സുഖമായിട്ടിരിക്കണേ എന്ത് വേണം? ഈ സംസാരത്തിൽ നിന്ന് മുക്തി വേണോ വേണ്ടേ? അപ്പോൾ ഈ സംസാരത്തിൽ നിന്ന് മുക്തി വേണമെങ്കിൽ അത് മനുഷ്യജന്മം വഴി മാത്രമേ നമുക്ക് കിട്ടൂ. അതൊന്ന് ആദ്യം മനസ്സിലാക്കൂ. വേറൊരു ജന്മം എടുത്തിട്ടും കാര്യമില്ല. ജന്മം നമ്മൾ എടുക്കുന്നത് പ്രാരാബ്ധവശാത്താണ്. അനേക ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാവുന്നുണ്ട്. മനുഷ്യൻ്റെ മൃഗങ്ങളുടെ, പശുക്കളുടെ, പക്ഷില്ലാദികളുടെ, എന്താ പറയുക, സസ്യലതാദികളുടെ, മരങ്ങളുടെ, പുഴകളുടെ, നദികളുടെ, എന്താ പറയുക, പർവ്വതങ്ങളുടെ, കല്ല്, മണ്ണ്, അങ്ങനെയുള്ള എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ പ്രാരാബ്ധവശാത്ത്. ഒരു പുലിയായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ ഒരു പാമ്പായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ കൃമിയായിട്ട് ജനിച്ചു, ഇതൊക്കെ പറ്റുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ജന്മത്തിൽ പുലിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എന്താ, പുലിയുടെ ആ പുലിവാസന കഴിഞ്ഞാൽ പിന്നെ പുലിക്ക് പുറത്ത് വന്നേ പറ്റൂ ആ ജന്മത്തിൽ നിന്ന്. അവിടെ നിന്നിട്ട് പിന്നെ ഒന്നും പുലിക്ക് ചെയ്യാനില്ല. ആ പുലിയുടെ വാസന കഴിഞ്ഞാൽ, താൽക്കാലികമായിട്ട് ആ വാസന കഴിഞ്ഞാൽ അടുത്ത അപ്പോയിൻമെൻ്റ് ഓർഡർ എവിടെയാണ്? അധികം പ്രബലമായിട്ടുള്ള വാസന എവിടെയാണ് കിടക്കണത്? പാമ്പിൻ്റെ വാസനയാണോ? പാമ്പായി. തേളിൻ്റെ വാസനയാണോ? തേളായി. അതോ ഒരു ബാക്ടീരിയ, ഒരു കൃമി, അതിൻ്റെ വാസനയാണോ? കൃമിയായി കുറേക്കാലം. ജന്തുക്കളായി, ഈച്ചയായി, പൂച്ചയായി, പട്ടിയായി, പേനായി, ഓരോന്നോരോന്നായിട്ട് പോകും. അപ്പോൾ ഓരോ ജന്മത്തിലും മൃഗങ്ങളുടെ, എന്താ പറയുക, സസ്യലതാദികളുടെയും പക്ഷിമൃഗാദികളുടെയും മിനറൽ ഭൂതജാലങ്ങളുടെ എല്ലാം ജന്മങ്ങൾ അവസാനിക്കുന്നത് ആ നിക്ഷിപ്തമായിട്ടുള്ള പ്രാരാബ്ധം കഴിഞ്ഞത് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാരാബ്ധം പ്രയോറിറ്റി ലിസ്റ്റ് ഏതാ വെച്ചാൽ അതിലേക്ക് പോകും. അങ്ങനെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് അവസാനം നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. പ്രാരാബ്ധം മുഴുവൻ കഴിഞ്ഞിട്ടല്ല. മനുഷ്യജന്മം എടുക്കുമ്പോൾ നമുക്ക് കുറേ പ്രാരാബ്ധങ്ങളുണ്ട്, മൃഗീയമായിട്ടുള്ള പ്രാരാബ്ധങ്ങൾ പിന്നെയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചിരുന്ന മനുഷ്യ ജന്മം കിട്ടി, ഓക്കെ, നമുക്ക് മനുഷ്യന്മാരെ വികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിക്കണം. അല്ല, നമ്മളുടെ കയ്യിലുമുണ്ട്. പുലിയുടെ വികാരങ്ങളുണ്ട്, പക്ഷിയുടെ വികാരങ്ങളുണ്ട്, പൂച്ചയുടെ വികാരങ്ങളുണ്ട്, തേളിൻ്റെ ഉണ്ട്, പയ്യൻ്റെ ഉണ്ട്, പശുവിൻ്റെ ഉണ്ട്, പിന്നെ മൂർക്കം പാമ്പിൻ്റെ ഉണ്ട്. എല്ലാ മൃഗീയ വാസനകളും നമ്മളുടെ അടുത്തുണ്ട്. ഒരു സ്ഥലത്ത് നിശ്ചലമായിട്ട് ഇങ്ങനെ നിൽക്കണ പർവ്വതത്തിൻ്റെ വാസനയും നമുക്കുണ്ട്. ഇതൊക്കെയുണ്ട്. പക്ഷെ പ്രബലമായിട്ടുള്ളത് മനുഷ്യനാകുക കാരണം മനുഷ്യജന്മം തന്നു. അപ്പോൾ ന്യായപ്രകാരം എന്ത് വേണം? ആ മനുഷ്യൻ്റെ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചവൻ പുലിയായിട്ടോ പൂച്ചയായിട്ടോ പട്ടിയായിട്ടോ ജനിക്കണ്ടേ? അങ്ങനെയല്ലേ സിദ്ധാന്തത്തിൻ്റെ ക്രമം? നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. അപ്പോൾ മനുഷ്യജന്മം എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വാസനകളെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 100 കൊല്ലോ 50 കൊല്ലോ 20 കൊല്ലോ 30 കൊല്ലോ എത്രയും വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന് വേറൊരു ജന്മം കിട്ടിയെന്ന് ചോദിച്ചോളൂ. അപ്പോൾ മനുഷ്യനായിട്ട് ഇരുന്ന് മനുഷ്യൻ്റെ വാസനകൾ എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രബലമായിട്ടുള്ള വാസന ഏതാ? അവൻ്റെ ഒരു പെരിച്ചാഴി ആവാനുള്ള വാസന ധാരാളം ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ അവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ടേ. അപ്പോൾ അതൊക്കെ കുറേ റെക്കോർഡായിട്ടുണ്ട്. അതിനാണ് കൂടുതൽ ടെൻഡൻസി പെരിച്ചാഴി ജന്മത്തിന്. ഓക്കെ, പെരിച്ചാഴിയായിട്ട് പോകും. ചിലവരുടെ റെക്കോർഡ് നോക്കുമ്പോൾ തോന്നുന്നു അല്ല അവൻ പെരിച്ചാഴി അല്ല കേട്ടോ, അവൻ അതിനെക്കാട്ടിലും പ്രബലമായിട്ടുള്ള വേറൊരു വാസനയുണ്ട് എന്ന് പറയും ചിത്രോപതൻ. എന്താണോ അത് ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറം മാറുന്ന സ്വഭാവം വരെ ധാരാളം കണ്ടിട്ടുണ്ട്. മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ തന്നെ നിറം മാറുന്ന സ്വഭാവം കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രബലമായിട്ടുള്ളത് എന്താണോ അതിലേക്കല്ലേ പോകേണ്ടത്. മനുഷ്യജന്മം തിന്നു കഴിഞ്ഞാൽ, മനുഷ്യജന്മം കഴിഞ്ഞാൽ പോകേണ്ടത് അവിടെയാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം. മനുഷ്യജന്മത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പോക്ക് വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാന്ന് സാധിപ്പിക്കാൻ പറ്റും. അത് നമ്മുടെ കയ്യിലാണ് കിടക്കുന്നത്. വേണമെന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും മനുഷ്യജന്മം കിട്ടിയില്ലേ? നമ്മൾ ശ്രദ്ധ വെച്ചാൽ, ഈ ജന്മത്തിൽ നമ്മൾ ശ്രദ്ധ വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള മറ്റേത് മൃഗീയ വാസനയായാലും ശരി, പക്ഷില്ലാദികളുടെ വാസനയായാലും ശരി, മിനറൽ വേൾഡിൻ്റെ വാസനയായാലും ശരി, എന്ത് വാസനയായാലും ശരി, ഈ പറഞ്ഞ പെരിച്ചാഴിയോ ഓന്തോ കുറുക്കനോ നായോ മുയലോ ചെന്നായോ, ഈ വാസനകൾ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ അവിടെ നിന്നോട്ടെ. മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ആ വാസനകളൊക്കെ നശിപ്പിച്ച് ഒറ്റയടിക്ക്
മേപ്പെട്ട് പോകാനുള്ള സാധ്യത മനുഷ്യൻ്റെ മനസ്സിന് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള മൃഗങ്ങൾക്ക് അത് കൊടുത്തിട്ടില്ല. മനസ്സ് എല്ലാവർക്കും ഉണ്ട്. അല്പം ചില മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ വിവേകമില്ല. മനുഷ്യന്മാർക്ക് മാത്രമേ വിവേകമുള്ളൂ. എന്താ വിവേകം? നീരക്ഷീര വിവേകം. സത്യത്തിനെയും അസത്യത്തിനെയും കണ്ടറിയാനുള്ള, നന്മയും തിന്മയും കണ്ടറിയാനുള്ള വിവേകം, വിച്ച് ഈസ് കോൾഡ് വിസ്ഡം. അപ്പോൾ ശരീരം കോമണാണ്, മനസ്സ് കോമണാണ്. ആര്? മൃഗങ്ങൾക്കും മനുഷ്യന്മാരുടെ കാര്യം അപ്പോൾ നമ്മൾ പറയണത്. മനസ്സുണ്ട്, മനസ്സില്ല എത്രയോ മൃഗങ്ങളുണ്ട്. നല്ല മനസ്സുള്ള മൃഗങ്ങളുണ്ട്. നായ, നമുക്കറിയുന്ന എത്രയോ മൃഗങ്ങളുണ്ട്. ആന, പാമ്പ്, ഇതിനൊക്കെ നല്ല മനസ്സുള്ളതാണ്. അല്പം ചില ജന്തുക്കൾക്ക് ബുദ്ധിയുണ്ട്. ആനയ്ക്കൊക്കെ നല്ല ബുദ്ധിയാണ്, നായയ്ക്ക് നല്ല ബുദ്ധിയാണ്. എത്രയോ എന്തോ ഒരു പ്രത്യേക ആസ്പെക്റ്റിലായിരിക്കും അവരുടെ ബുദ്ധി. വാട്ട് എവർ ഇറ്റ് ഈസ്, ദേ ഹാവ് ഇൻ്റലക്റ്റ് അല്ലേ? പക്ഷേ അതോടുകൂടി അവിടെ കഴിഞ്ഞു, അവിടെ സാച്ചുറേറ്റഡായി. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ജന്മത്തിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്. അതൊക്കെ ഒറ്റയ്ക്കുണ്ട് നമുക്കുണ്ട്. പക്ഷേ നമുക്ക് ഇതിനൊക്കെ കൂടാണ്ട് മുകളിലൊരു മോട്ടറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒക്കെ അല്ലാണ്ട് മുകളിലായിട്ട് ഈ ബുദ്ധിയുടെ മുകളിലൊരു മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് കോൾഡ് ദി മോട്ടർ ഓഫ് വിസ്ഡം. ജ്ഞാനം, വിവേകം, വിവേചനം. അപ്പം മറ്റുള്ള മൃഗങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ട് അവരെല്ലാം ഒരു ജാതി എന്താ പറയുക, പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു ബൊമ്മയാണ്. ദെയർ ലൈഫ് ഈസ് പ്രോഗ്രാംഡ് ഫോർ 30 years 20 years. ആ 20 കൊല്ലത്തിനൊക്കെ നീ ചെയ്തോ, അതിനുള്ളൊരു പ്രോഗ്രാംഡ് ലൈഫ് അവർ. അത് കഴിഞ്ഞ് ദെയർ ആഫ്റ്റർ ദേ ഡോണ്ട് ഹാവ്. നമുക്ക് അങ്ങനെയല്ല, നമുക്കൊരു വിവേക ബുദ്ധിയുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ മതിയോ നമ്മൾ ജീവിക്കുന്നത്? ഒരു ആധ്യാത്മിക തലത്തിൽ ഉയരാനുള്ള ബുദ്ധി നമുക്കുണ്ട്, ഒരു സാമാന്യ ബുദ്ധി നമുക്കുണ്ട്. ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള ബുദ്ധി നമുക്കുണ്ട്. ഒരു ആത്മീയ ഭാവത്തിൽ നമുക്ക് മനസ്സിനെ കൊണ്ടുപോകാനുള്ള ശക്തി നമുക്ക് മനസ്സിന് തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ കപ്പാസിറ്റി അസാമാന്യ കപ്പാസിറ്റിയാണ്. ബുദ്ധിയുടെ കപ്പാസിറ്റി അസാമാന്യമാണ്. ഇൻ അതർ വേർഡ്സ്, നമ്മുടെ ചിത്തത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അസാമാന്യ കപ്പാസിറ്റി, ചില്ലറൊന്നല്ല. ആ കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ മറ്റുള്ള വാസനകളൊക്കെ നമുക്ക് നശിപ്പിച്ചിട്ട് ജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു കരസ്ഥമാക്കാനുള്ള കഴിവ് നമുക്ക് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഭഗവാൻ തന്നിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കില്ലേ, അണ്ടർ യൂട്ടിലൈസ്ഡ് ഓർ നോൺ യൂട്ടിലൈസ്ഡ്, ദാറ്റ് ഈസ് ഓൾ ലെഫ്റ്റ് ടു അസ്. അതൊക്കെ നമ്മുടെ കയ്യിൽ. പക്ഷേ ഇതിനൊരു കേപ്പബിലിറ്റി മനുഷ്യന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ താങ്ക് യു വെരി മച്ച്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്തിൽ, അത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണു അതറിഞ്ഞാലും. എത്ര സുഹൃതങ്ങൾ, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ക്രിയേറ്റർ, സ്രഷ്ടാവ്, നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന സ്രഷ്ടാവിനെ തിരിഞ്ഞു നോക്കി മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. മൃഗങ്ങൾക്കതില്ല. മൃഗങ്ങൾക്ക് എവിടെയാ പ്രാർത്ഥിക്കാൻ ഉണ്ടോ? ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടോ മൃഗങ്ങൾക്ക്? ഗുരുവായൂർ എത്ര ആനയുണ്ട് ദേവസ്ഥത്തിൽ? 30-40 ആനയില്ലേ? എപ്പോഴെങ്കിലും ഒരു ഡ്രില്ല് നടത്തിയിട്ടുണ്ടോ ഈ ആനകളെല്ലാം വരിയായിട്ട് നിർത്തിയിട്ട്? ഏതെങ്കിലും ബ്രാഞ്ച് ദേവസ്വം മാനേജർക്ക് തോന്നിയിട്ടുണ്ടോ ഈ ആനകളൊക്കെ പിടിച്ചൊരു ലൈനിലിടുക, ഒറ്റ ലൈനിൽ അങ്ങോട്ട് കിട്ടുക എല്ലാവരും പിടിച്ചിട്ട്, എന്നിട്ട് ചെല്ലാൻ പറയവരോട് വിശ്വം വിഷ്ണോപഷത്കാരോ ഭൂതഭവ്യഭവത് പ്രഭു, അല്ലെങ്കിൽ കൃഷ്ണരാമ ഗോവിന്ദ നാമം ചെല്ലാൻ പറയും. ഉണ്ടോ? ഇല്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ. മൃഗങ്ങൾക്കതില്ല, അങ്ങനൊരു സ്വഭാവം അവർക്ക് പറഞ്ഞിട്ടില്ല. അപ്പം ഈശ്വര താതാത്മ്യത്തിന് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന പരമേശ്വരനെ, മഹാവിഷ്ണുവിനെ
ഓൾ പ്രൊവൈഡിങ് ആയിരിക്കുന്ന ആ എഫൾജൻസ്, ആ ലൈറ്റ്, ആ പ്രകാശത്തിന് അതിനോട് താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു ആർട്ട് ഓഫ് ലിവിങ് മനുഷ്യന് മാത്രമേ ഭഗവാൻ തന്നിട്ടുള്ളൂ. മൃഗങ്ങൾക്കൊന്നും വിധിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? We have got the capacity to contact and be in touch with the supreme reality residing in ourselves. അതിനുള്ള ബുദ്ധിയുണ്ട്, അതിനുള്ള വിവേകമുണ്ട്, അതിനുള്ള വിവേചനമുണ്ട്. അല്ലാണ്ട് നമ്മൾ പ്രോഗ്രാംഡ് ആക്ഷൻസ് ആയിട്ട് മൃഗങ്ങളെ പോലെ പോകേണ്ട കാര്യമില്ല. വേണ്ടത്ര പവർ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. പ്രസവിച്ച് ജനിച്ചു കഴിഞ്ഞാൽ മുതൽ അവസാനം ചെതയിലേക്ക് കൊണ്ടുപോകുന്നത് വരെ വി വേസ്റ്റ് അവർ ടൈം. എന്തിന്? മൃഗങ്ങളെപ്പോലെ ജീവിച്ചിട്ട്. മൃഗങ്ങളെപ്പോലെ ജീവിച്ച് നമ്മൾ നമ്മളുടെ ആയുഷ്കാലം മുഴുവൻ കളയുന്നു. എക്സ്ട്രാ ഫിറ്റിങ്സിനെ കുറിച്ച് നമ്മൾ നോക്കുന്നില്ല. നമ്മളുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മുകളിൽ ചെറിയൊരു മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അസാമാന്യ ശക്തിയുള്ളതാണ്. ഈ ബുദ്ധിയെ ജ്ഞാനമായിട്ട് മാറ്റാനും ആ ജ്ഞാനത്തിനെ അറിവായിട്ട് മാറ്റാനും, ആ ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അന്തരാത്മാവിനെ നമുക്ക് കാണാനും, അത് കണ്ട് അതായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ജ്ഞാനാഗ്നി ദഗ്ധകർമാണാം, ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന സകല പ്രാരാബ്ധങ്ങളും ആ തീയിലെ, ആ ജ്ഞാനാഗ്നിയിൽ നശിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞിട്ട്, ഇതെല്ലാം ഭഗവാൻ അടിയറ പറഞ്ഞിട്ട് ഭഗവാന്റെ കാക്കിൽ വീണ് ഭഗവാനായിട്ട് മാറാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒക്കെ അത് അർപ്പണമതാക്കിയിട്ടു ഞാനും യാ തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമഃ. അതിനുള്ള കഴിവ് നമുക്കുണ്ട്. ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? വി വേസ്റ്റ് അവർ ടൈം ഏർണിംഗ് ആൻഡ് സ്പെൻഡിങ്. വി വേസ്റ്റ് അവർ പവേഴ്സ്. ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ് എന്ന് പറയില്ലേ വേർഡ്സ്വർത്ത്. ജനിച്ച് വീണ മുതൽ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കും. പ്ലഷർ പ്ലഷർ പ്ലഷർ, ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒന്നല്ലെങ്കിൽ ഒന്ന്. ഇത്ര ഭംഗിയായിട്ട് ശങ്കരൻ പറഞ്ഞിട്ടുണ്ട്. ബാലസ്താവക് ക്രീഡാസക്ത തരുണസ്താവക് തരുണീസക്ത വൃദ്ധസ്താവക് ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപിനസക്ത. കഷ്ടം എൻ്റെ കുട്ടികളെ. ബാലസ്താവക്, ചെറുപ്പത്തിൽ ബാലനായിരിക്കുന്ന സമയത്ത്, ക്രീഡാസക്ത, കളിയായിട്ട് കഴിഞ്ഞു കുറേ. കുട്ടികളല്ലേ കളിക്കട്ടെ എന്നേ പേരൻസ് അങ്ങനെ പറയും. നാമം ചെല്ലുക, സന്ധ്യയ്ക്ക് വന്നിട്ട് നാമം ചെല്ലാൻ പറയുക, കുട്ടികളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ പിന്നെ ആവാന്നേ. ഇപ്പം തന്നെ അല്ലെങ്കിൽ തന്നെ സ്കൂളിൽ ഒരുപാട് പഠിക്കേണ്ട. എൻ്റെ ഇടയിൽ കൂടെയാണ് പോയി മുത്തശ്ശിയുടെ ഈ നാരായണനാമം ജപമൊക്കെ. അതേപോലെ കുട്ടികൾക്ക് കൊണ്ടു നടക്കാൻ അതൊക്കെ അവർ കളിക്കട്ടെ, ഈ സമയമില്ലേ അവർക്ക്. അങ്ങനെ ബാലൻ പോവും. ബാലസ്താവക് ക്രീഡാസക്ത, ക്രീഡത്തിൽ ആസക്തിയായിട്ട് ബാലത്വം കഴിയും. തരുണസ്താവക് തരുണീസക്ത, തരുണനായാൽ തരുണിയുടെ പിന്നാലെ. തരുണി മീൻസ് സ്ത്രീ, എന്താ പറയുക, യൗവനമായിട്ടുള്ള സ്ത്രീ എന്നുള്ള അർത്ഥമല്ല. തരുണനായിരിക്കുന്ന സമയത്ത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സംഗതികളാണോ അതിൻ്റെ പിന്നാലെ പോകുന്നു. നോട്ട് നെസസറി ലവറുടെ കൂടെ ഓടിപ്പോവുക, ഒളിച്ചു പോവുക, അതൊന്നല്ല. ദാറ്റ്സ് നോട്ട് ദ മീനിങ്. തരുണൻ എന്ന് പറഞ്ഞപ്പോൾ തരുണി എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എനിത്തിങ് ദാറ്റ് അട്രാക്ട്സ് എ തരുണൻ ഇസ് തരുണി. അപ്പോൾ ആ പ്രായത്തോ ബാലസ്താവക് ക്രീഡാസക്ത തരുണസ്താവക് തരുണീസക്ത. അപ്പോൾ ചെറുപ്പം അങ്ങനെ പോയി. എന്നാൽ പിന്നെ പ്രായമായവ നേരെയാവുമോ? പ്രായമായ എവിടെ നേരെയാണ്? വൃദ്ധസ്താവക്, വൃദ്ധനായ എന്താ ചെയ്യുക? 10-60 വയസ്സ് വരെ
ഈ പുറം ലോകത്തിൽ കിടന്ന് കളിച്ച് ആ ചളിക്കുണ്ടിൽ കിടന്ന് കളിച്ച് 60 വയസ്സായി ഇങ്ങനെ അവനെ പിടിച്ചിങ്ങോട്ട് മാറ്റി താൻ സീനിയർ സിറ്റിസനായി നാണല്ലടോ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ. ഈ യന്ത്രഊഞ്ഞാലിൻ്റെ മുകളിൽ കുട്ടികളുടെ കയറിയിരിക്കണ പോലെ എന്തിനാ കയറിയിരിക്കണം, ഇങ്ങോട്ട് ഇറങ്ങുക താൻ, ഈ ചളിക്കുണ്ടിൽ നിന്ന് ഇങ്ങോട്ട് മേപ്പെട്ട് വരിക എന്ന് പറഞ്ഞ് സീനിയർ സിറ്റിസനൊക്കെ പിടിച്ച് കയറ്റി എന്ന് വിചാരിക്കുക. സീനിയർ സിറ്റിസൻസ് നേരിയാവെന്ന് വിചാരിക്കണല്ലോ എവിടെ. അപ്പോൾ എന്താ ഒരു വിചാരം, ഓ ചളിക്കൂട്ടിൽ കിടക്കുമ്പോൾ എന്ത് സുഖമായിരുന്നു, അപ്പുറത്തൊരു പന്നി വന്നിട്ട് എൻ്റെ മേത്തിങ്ങനെ മുട്ടും, എന്താ രസം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ ഏതെങ്കിലും കൃമിയോ എന്തെങ്കിലും ജാലങ്ങൾ പോകുന്നുണ്ട്, അതിനെയൊക്കെ ഒന്ന് പിടിച്ച് കടിച്ച് തിന്ന് സുഖമായിട്ടിരിക്കാം. അതുപോലെ യന്ത്രഊഞ്ഞാലിൽ കയറി മറയുമ്പോൾ എന്താ സുഖം, ഹേയ് വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വെറുന്ന് പറഞ്ഞിട്ടൊരു വരവുണ്ട്, എന്താ സുഖമല്ലേ അത്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇങ്ങനെ അയവിറക്കിയിരിക്കുക, പശുക്കൾ അയവിറക്കണ പോലെ. അതൊന്നും ഇപ്പോൾ പറ്റണില്ലല്ലോ, മനസ്സ് പോകണോടത്ത് ശരീരം പോകണില്ലല്ലോ. അല്ലെങ്കിൽ എനിക്കൊന്നേ അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ, സ്കൂൾ പഠിക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതാ, പിന്നെ കോളേജിൽ ഏറ്റവും പ്രാവശ്യം കണ്ടു, പിന്നെ കാണാട്ടോ ഏട്ടായെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. ആ ഏട്ടാ ഞാൻ പിന്നെ കണ്ടിട്ടില്ല, ഒന്ന് കാണണമെന്നുണ്ടാ, ഒന്ന് കൊണ്ടുപോകും എന്നെ. വൃദ്ധനായാലത്തെ പരിപാടി ഇതൊക്കെയാണ്. വൃദ്ധസ്ഥാവ ചിന്താസക്ത, ഇങ്ങനെ വിചാരിച്ച് കാലം കഴിക്കും. പരമേ ബ്രഹ്മണി കോപിന സക്ത, ഈശ്വരനെ വിചാരിക്കാൻ ആർക്കും നേരമില്ല, രണ്ട് നാമം ചെല്ലാൻ ആർക്കും നേരമില്ല. ഇങ്ങനെ മനുഷ്യജന്മം കുട്ടിച്ചോറാക്കി തൊലച്ചു വിടുക എന്ന് പറഞ്ഞത് നമുക്ക് അപ്പുറമേ ഉള്ളൂ, നമ്മളെ പോലെ വേറെ ആരുമില്ല. മൃഗങ്ങളുടെ കയ്യിലൊക്കെ കിട്ടേണ്ടിരുന്നു അങ്ങനത്തെ ചില ഗുണങ്ങൾ, അവർ നേരെയായിരുന്നു. അതുകൊണ്ടാണ് ശങ്കരൻ പറഞ്ഞത് ജന്തൂനാം നരജന്മ ദുർലഭം. ഇത് കിട്ടിയത് എത്ര ഭാഗ്യം, നീ ചെയ്യണം ബമ്പർ ലോട്ടറി, ഇത് കിട്ടിയത് എന്ത് ഭാഗ്യം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ബി താങ്ക്ഫുൾ ടു ഹിം ഫോർ എവർ. നിങ്ങൾ ഓരോ ശ്വാസം വിടുമ്പോഴും അത് വേറൊരു താങ്ക്സ് ആയിട്ട് കൊടുക്കൂ, എന്നാലൊന്നും മതിയാവില്ല. എന്താ നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന കപ്പാസിറ്റി വേറെ ഈ സൃഷ്ടിയിൽ ആർക്കും ഇല്ലാത്തതാണ് നിങ്ങളുടെ തലയിൽ വെച്ച് തന്നിരിക്കുന്നത്. ഇത് കൊണ്ടുപോയിട്ട് നേരെയാവുമെന്ന് പറഞ്ഞിട്ട് വേഗം എൻ്റെ അടുത്തേക്ക് വാ. അപ്പോൾ ആധ്യാത്മിക രംഗത്ത് പോകാനുള്ള ഒരു മനസ്സിൻ്റെ ദാർഢ്യം, ആ ആധ്യാത്മിക രംഗത്തിൽ പറഞ്ഞിരിക്കുന്ന ആധ്യാത്മികമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളൊരു വ്യഗ്രത, ഇതൊക്കെ മനുഷ്യനുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. വെറുതെ ഒരു ഹോളോ ബ്രിക്കായിട്ട് ഇങ്ങോട്ട് അയച്ചതല്ല. ജന്തൂനം നരജന്മ ദുർലഭമത പുംസ്വാം തതോ വിപ്രത. പുരുഷന്മാരുടെ ഗുണവും ബ്രാഹ്മണന്മാരുടെ ഗുണവും ഇതിൽ ഫിറ്റ് ചെയ്ത് അടച്ച് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ പുരുഷന്മാരുടെ ഗുണവും ബ്രാഹ്മണന്മാരുടെ ഗുണം എന്ന് പറഞ്ഞാൽ പുരുഷനും ബ്രാഹ്മണനും എന്താ അത്ര പ്രത്യേകത എന്ന് ചോദിക്കരുത്. ഭഗവാൻ അങ്ങനെ പുരുഷനും സ്ത്രീ വ്യത്യാസമൊന്നുമില്ല. പുംസ്വാം തതോ വിപ്രത, പുരുഷനും ബ്രാഹ്മണനും ഉള്ള ഗുണങ്ങൾ. നമ്മളെല്ലാവരിലും പുരുഷഗുണമുണ്ട് ശ്രേയഗുണമുണ്ട് ഇല്ലേ. പലപ്പോഴും നമ്മളെല്ലാവരും പുരുഷന്മാരാണ്, ചില സമയത്ത് ശ്രേണഭാവം ഉണ്ടാവും. എല്ലാ സ്ത്രീകൾക്കും പുരുഷഗുണമുണ്ട്. പൗരുഷം വരാത്ത ഏതെങ്കിലും സ്ത്രീകളുണ്ടോ? എപ്പോഴെങ്കിലും സമയത്ത് പൗരുഷം കാണിക്കില്ലേ അവർ? ശ്രൈണഭാവം ഇല്ലാത്ത പുരുഷന്മാരുണ്ടോ? എപ്പോഴെങ്കിലും ഒരു സമയത്ത് ശ്രൈണഭാവം കാണിക്കില്ലേ? സ്ത്രീകളുടെ മുമ്പിലെങ്കിലും കാണിക്കില്ലേ ശ്രൈണഭാവം? ഇല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ പുംസ്വ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മേധാവിത്വം, പുരുഷ മേധാവിത്വം പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറയാൻ പറ്റുമോ? ഭഗവാന് യാതൊരു പക്ഷഭേദവും ഇല്ല. ഭഗവാൻ അങ്ങനെ പക്ഷഭേദം ഉണ്ടായിരുന്നു, പുരുഷന്മാരെ മാത്രം അദ്ദേഹം ബഹുമാനിക്കുന്നു എന്നുള്ളൊരു ഒരു ആരോപണമാണ് എന്നുണ്ടെങ്കിൽ ഈ ദേവിമാരും ദേവന്മാരൊക്കെ ഉണ്ടാവുമോ? പിന്നെ ദേവിമാരൊക്കെ ഉണ്ടാവുമോ? ത്രിമൂർത്തികൾക്ക് തുല്യമായിട്ട് ഇല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ശക്തി ഏതാ? സ്ത്രീയോ പുരുഷനോ? മഹാമായ സർവലോകേശ്വരി ലളിത ദേവി. വിദ്യയുടെ അധിപതി ആരാ? ധനത്തിൻ്റെ ആരാ? ശങ്കരനെ വിവേക ചൂടാമണിയിൽ എഴുതിയിട്ടുള്ളതാണത്.
ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വാം തതോ വിപ്രത. ഓ, ശങ്കരൻ ഷോവനിസ്റ്റാണ്, മെൻ ഷോവനിസ്റ്റാണ്. ബ്രാഹ്മണന്മാരോട് വലിയ ഒരു എന്താ പറയുക, സ്പെഷ്യൽ പ്രിഫറൻസ് ഉള്ള ആളാണ്. പുരുഷന്മാരോട് പ്രിഫറൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതാൻ കാരണം. ശങ്കരൻ എഴുതിയിട്ടുള്ള സ്തോത്രങ്ങളിൽ പകുതിയിലധികം ദേവിമാരെ പറ്റിയിട്ടാണ്. അങ്ങനെയാണ് എഴുതും അദ്ദേഹം. ബ്രാഹ്മണത്വത്തിനാണ് സ്ഥാനം കൽപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ വ്യാസൻ ബ്രാഹ്മണനാണോ? ഭഗവാൻ കൃഷ്ണൻ ബ്രാഹ്മണനാണോ? അപ്പം അതിൻ്റെ അർത്ഥം അതൊന്നുമല്ല. അതൊക്കെ നമ്മൾ വളച്ചൊടിച്ച് നമ്മളുടെ രാഷ്ട്രീയം കൊണ്ട് വളച്ചൊടിച്ച് അതിനോരോ മുട്ടുകാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഞാൻ ഫോളോ ചെയ്യില്ല. ശങ്കരൻ ഈസ് എ ബാഡ് ഫെലോ, ഐ ഡോണ്ട് വാണ്ട് ടു ഫോളോ. വേണ്ടടോ, ആർക്കാ നഷ്ടം? അപ്പോൾ അവിടെ പുംസാന്നും വിപ്രാന്നും പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളിൽ എല്ലാ സൃഷ്ടിജാലങ്ങളിലും സ്ത്രൈണഭാവമുണ്ട്, പുംസഭാവമുണ്ട്. അപ്പോൾ ആ പുംസഭാവം ഈ ആധ്യാത്മിക രംഗങ്ങളിൽ നമ്മൾ എടുത്ത് പ്രയോഗിക്കണം. അവിടെ സ്ത്രൈണഭാവം പറ്റില്ല. അല്ലാണ്ട് സ്ത്രീകൾക്ക് വേദം പഠിക്കാൻ പറ്റില്ല എന്നല്ല. വേദം പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ധ്യാനം ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീയിലുള്ള പുരുഷഭാവം ഡോമിനേറ്റ് ചെയ്യണം. പലപ്പോഴും ചെയ്യാറുണ്ട്. കുട്ടികളെ ചുണ്ടിയെടുക്കുമ്പോൾ ഒക്കെ എന്ത് പുരുഷഭാവം അല്ലാണ്ട് പിന്നെ സ്ത്രീഭാവം അവിടെ വരുന്നത്. ഓ, അച്ഛൻ ചീത്ത പറയാൻ ഭേദം എന്ന് വിചാരിക്കും. അമ്മ അങ്ങനെയുണ്ടോ എന്ന് കുട്ടികൾ പറയാറില്ലേ? അപ്പം എന്താ അവിടെ വരണ ഭാവം വരണത്? എന്താ? അതുപോലെ വിപ്രഭാവം മീൻസ് ആ വേദങ്ങൾ അധ്യയനം ചെയ്യാനും, അല്ലെങ്കിൽ അതേപോലുള്ള ആധ്യാത്മിക എന്താ ചെയ്യുക, പ്രക്രിയകൾ നമ്മൾ ചെയ്യാനും, ധ്യാനം, നിധിധ്യാസനം ഇത്യാദി ശ്രവണങ്ങൾ, നല്ല കാര്യങ്ങൾ കേൾക്കുക, സത്സംഗത്തിന് പോവുക. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം. ഈ പ്രോസസ്സിലൊക്കെ നമ്മുടെ മനസ്സിനെ തിരിക്കാൻ, അതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ബ്രാഹ്മണത്വം ഉണരണം. ബ്രാഹ്മൺ ആവുക എന്നല്ല എൻ്റെ അർത്ഥം. ദ ബ്രാഹ്മിൻ ക്വാളിറ്റീസ് നമ്മളുടെ കയ്യിലുണ്ട്, ധാരാളം ഉണ്ടത്. ഒക്കെ ഡോർമെൻ്റാ. നമ്മൾ പ്രകടിപ്പിക്കുന്നത് ആകെ വൈശ്യനും ക്ഷത്രിയനുമായിട്ടാണ്, അല്ലെങ്കിൽ ശൂദ്രനായിട്ട്. ബ്രാഹ്മണനായിട്ട് നമ്മൾ ഒരു കാലത്ത് ആക്ട് ചെയ്യില്ല. ബുദ്ധിമുട്ടാണത്. പക്ഷേ അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, ധാരാളം ഉണ്ട് കപ്പാസിറ്റി. എല്ലാ സ്ത്രീക്കും പുരുഷനാവാം, എല്ലാ പുരുഷനും സ്ത്രീയാവാം. ഇഷ്ടം നമ്മുടെ. ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ്. ഭഗവാൻ കംപ്ലീറ്റ് ഫ്രീഡം തന്നിരിക്കുകയാണ്. അപ്പം നന്ദി പറയലാണ്ട് എന്ത് വേണം പറയും. അപ്പം ഈ കഴിവുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ട് നമ്മളൊരു ആത്മീയമായിട്ട് ഉയരാനോ, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിയാനോ, അതാണ് ഞാൻ എന്നുള്ളൊരു തത്വം, നമുക്ക് ആത്മതത്വം കിട്ടാനോ നമ്മൾ മെനക്കെടുന്നില്ല. നമ്മുടെ കുറ്റാണോ? അല്ല, ഭഗവാന്റെ കുറ്റാണോ? ഇല്ല. അപ്പോൾ ദുർലഭമായിട്ട് കിട്ടിയിട്ടുള്ള മനുഷ്യജന്മം ഹന്തഭാഗ്യം ജനാനാം എന്ന് പറയുന്നില്ലേ പട്ടേരിപ്പാട്? നമ്മളുടെയൊക്കെ ഭാഗ്യമല്ലേ ഈ പുരുഷജന്മം കിട്ടിയത്? എത്ര ലക്ഷം, എത്ര ആയിരം ജന്മങ്ങൾ എടുത്തതിൻ്റെ ശേഷമാണ്, താഴ്ന്ന ജന്മങ്ങൾ, നീച ജന്മങ്ങളുമായിട്ട് എടുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് ഈ ജന്മം കിട്ടിയിരിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ തന്നെ എത്ര ജീവികളുണ്ട് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്ര ജീവികൾ നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മൾ കാരണം എത്ര എണ്ണം പോഷിപ്പിച്ചു വരുന്നുണ്ട്. അതിലൊന്നായിട്ട് അടുത്ത ജന്മം ജനിച്ചുകൂടാന്നില്ല. ഒരു പുഴുവായിട്ട് ജനിക്കാം അല്ലേ? അപ്പം അതൊക്കെ തൽക്കാലം അവിടെ നിർത്തി, ആ വാസനകളൊക്കെ അവൻ തൽക്കാലം നിൽക്കട്ടെ. ഇവൻ ഏതായാലും ഇങ്ങനെ ഒരു ചാൻസ് കൊടുത്ത് നോക്കുക, നേരെയാവോ നോക്കുക എന്ന് പറഞ്ഞ് നമുക്ക് പുരുഷജന്മം തന്ന് കീഴ്പ്പെട്ട അയച്ച ഭഗവാനോട് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം കൂടി നമ്മൾ നടിക്കില്ല. ഭഗവാനോ? ഏത് ഭഗവാൻ? വിച്ച് ഭഗവാൻ? വൈ ഭഗവാൻ? വാട്ട് ഭഗവാൻ? അപ്പം സാക്ഷര ആയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞവൻ അങ്ങോട്ട് പോയപ്പോൾ തല തിരിഞ്ഞു, അവൻ്റെ രാക്ഷസാന്നായി. സാക്ഷര എന്നുള്ളത് പോയിട്ട് രാക്ഷസാന്നായി. ഇത്രയും ഉണ്ടായുള്ളൂ ഇപ്പോൾ.
സാക്ഷരനാവാനാണ് മനുഷ്യജന്മം കിട്ടിയത്. പക്ഷെ നമ്മളത് ബ്ലോട്ടിംഗ് പേപ്പറിൽ എടുത്ത് ഒട്ടിയപ്പോൾ രാക്ഷസ എന്ന് വായിച്ചു, രാക്ഷസനായി. അപ്പോൾ ഈ ജന്മം നമ്മൾ നശിപ്പിച്ച് കളയരുത്. അസാമാന്യ കപ്പാസിറ്റിയുള്ളൊരു ഒരു 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 പവറുള്ളൊരു ജന്മമാണ് മനുഷ്യൻ. എൻ്റെ മനസ്സ് ആത്മന്യേവ് ആത്മനാ ബന്ധു എന്ന് പറയില്ലേ, നമുക്ക് ബന്ധു അവൻ തന്നെയാണ്, ശത്രു അവൻ തന്നെയാണ്. നമ്മളെ താഴത്തേക്ക് വലിക്കേണ്ടത് അവൻ തന്നെയാണ്, മേപ്പെട്ട് കയറ്റേണ്ടത് അവൻ തന്നെയാണ്. അപ്പോൾ മനസ്സിന്, ബുദ്ധിക്ക്, അല്ലെങ്കിൽ അന്ധകരണത്തിന്, ചിത്തത്തിന് അസാമാന്യ കപ്പാസിറ്റി ഉള്ളൊരു ഉള്ളൊരു ഒരു 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 ഹോഴ്സ് പവർ ഉള്ളൊരു എക്വിപ്മെൻ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളതിൻ്റെ 3 പെർസെൻറ്റെങ്കിലും യൂസ് ചെയ്യണില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒക്കെ അൺയൂട്ടിലൈസ്ഡ്. എന്താ നമ്മളുടെ ബ്രെയിനിൻ്റെ പൊട്ടൻഷ്യൽ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്? മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് വിചാരിച്ചിരിക്കണം നമ്മൾ? അതിനെക്കുറിച്ചൊരു ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇമ്മെഷറബിൾ, മാർവലസ്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അതൊന്നും യൂട്ടിലൈസ് ചെയ്യാതെ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മാനസിക പവർ, മനുഷ്യൻ്റെ ബ്രെയിൻ പവറിൻ്റെ ഒരു 5-1 നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും അല്ലെന്ന്, നമ്മളിന്നൊക്കെ സന്യാസിമാരും മഹർഷിമാരായി മാറുമായിരുന്നു. ചെയ്യില്ല, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെയും പട്ടിയാവണം, ആടാവണം, പൂച്ചയാവണം, ഒക്കെ നല്ല ഇഷ്ടം. പണ്ട് കുറേ നാട്ടുരാജാക്കന്മാരായിരുന്നല്ലോ ഭാരതം ഭരിച്ചിരുന്നത്. ഇപ്പോൾ കേരളം എന്നൊക്കെ പറഞ്ഞാൽ 5-6 രാജാക്കന്മാരുണ്ടാവും ചെറിയ സ്റ്റേറ്റിൽ. അപ്പം അങ്ങനെ ഒരു ചെറിയ നാട്ടുരാജാവ്, അവർക്ക് അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടേതായിട്ടുള്ള നിയമങ്ങൾ, അവരുടേതായിട്ടുള്ള സിസ്റ്റം, രാജാവിനെ തിരഞ്ഞെടുക്കലും അല്ലെങ്കിൽ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കലൊക്കെ അവരുടെ സിസ്റ്റമാണ്, ആരും അതിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. അത് ഒരു അൺറിട്ടൺ കോഡാണത്. ഒരു നാട്ടുരാജ്യത്ത് അവിടുത്തെ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ്. ആർക്ക് വേണമെങ്കിൽ വരാം. ഒരു ഏജ് 30-40 വയസ്സ് പ്രായമായിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ വരാം. വന്നു കഴിഞ്ഞാൽ രാജാവിൻ്റെ സ്ഥാനം ഏറ്റു കഴിഞ്ഞാൽ 5 വർഷം ഭരിക്കാം. 5 വർഷം ഭരിക്കാം. ഈ 5 വർഷം ഒരാളും ഒരു ചോദ്യം ചോദിക്കില്ല. എന്ത് വേണമെങ്കിൽ രാജാവിന് ചെയ്യാനുള്ള അധികാരം രാജാവിന് കൊടുത്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ളത്. തഹസിൽദാരെ പിടിച്ച് വെളിച്ചപ്പാടാക്കാം, വെളിച്ചപ്പാടിനെ പിടിച്ച് ഹെഡ്മാഷാക്കാം, ഹെഡ്മാഷെ പിടിച്ചിട്ട് പ്യൂണാക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ളത്. ആരും ചോദിക്കില്ല. എന്ത് വ്യവസ്ഥ വേണമെങ്കിൽ മാറ്റിമറിക്കാം. പ്രജകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്ത് വ്യവസ്ഥ വേണമെങ്കിൽ ചെയ്യാം. ഹിസ് പവർ, സോൾലി ഹിസ് പവർ. അത്രയധികം ശക്തി കൊടുത്തിട്ട്, പവർ, എംപവർമെൻറ്റ് കൊടുത്തിട്ടാണ് അയാളെ രാജാവാക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു ക്യാച്ചുണ്ട്. 5 കൊല്ലം കഴിഞ്ഞാൽ അവനെ പിടിച്ചിട്ട് കിടങ്ങുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ 4 പുറം കിടങ്ങുണ്ടാവില്ലേ, ഒരു ചെറിയൊരു പുഴയാണത്. ആ പുഴ അങ്ങോട്ട് കിടത്തി അതിൻ്റെ അപ്പുറത്ത് കാടാണ്. ആ കാട്ടിലേക്ക് അങ്ങോട്ട് തള്ളും അവന്. പിന്നെ അങ്ങോട്ട് വരാൻ പറ്റില്ല. ആ കാട്ടിലൊക്കെ വന്യമൃഗങ്ങളാണ്. അത് ഏതെങ്കിലും ഒന്ന് ഇരയാക്കിയിട്ട് അവനെ ചാപ്പാട്ടടിക്കും. ഇതാണ് ആ രാജ്യത്തിലത്തെ നിയമം. ഇതിന് ആൾക്കാർ ധാരാളം വരും. 5 കൊല്ലത്തിലും സൂഹിക്കാമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ആൾക്കാർ വരും. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ വലിയ അന്തസ്സിലാണ് വരിക. ഞാൻ രാജാവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരിക. മനസ്സിലായില്ലേ? 5 കൊല്ലം അടിച്ച് പൊളിച്ച് ഭരിക്കും. പോകുമ്പോൾ തലേ ദിവസം വരെ ഒന്നും അറിയില്ല, അടിപൊളിയാണ്. അന്ന് കാലത്താവും ഭടന്മാർ വന്നിട്ട് കൊണ്ടുപോകാൻ നിൽക്കുക. അവൻ പറയും, നാളെ ആക്കിയാൽ പോരെ, നാക്കാൻ പറ്റുമോ? അല്ല, എനിക്ക് എല്ലാ അധികാരവും ഉണ്ടല്ലോ, ഒരു ദിവസം മാറ്റിക്കൊണ്ടൊന്നും പറ്റില്ല. 5 കൊല്ലം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം, ഇന്ന് അങ്ങ് വരണം. ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇത്ര കാലമൊക്കെ ഇങ്ങനെ ജീവിച്ചിട്ട് ഞാനിപ്പോൾ എങ്ങനെ അങ്ങോട്ട് വരിക? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വ്യവസ്ഥ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം സമ്മതിക്കില്ല. ആരും സമ്മതിക്കില്ലല്ലോ. അവസാനം പിടിയും വലിയൊക്കെ ആവും. പിടിച്ച് വലിച്ച് കയ്യും കാലൊക്കെ കെട്ടി ഇവൻ കിടന്നിങ്ങനെ നിലവിളിക്കുന്നുണ്ടാവും. ഫാമിലി മെമ്പേഴ്സ് ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും. അവരുടെ നിലവിളി വേറെ, ഇവൻ്റെ നിലവിളിയാണെങ്കിൽ നിലവിളി അലറുക എന്ന് പറഞ്ഞാൽ അലറുക.
ഒച്ചപ്പെട്ട നിലവിളി. ഈ ഭടന്മാർക്ക് ഇതൊക്കെ വലിയ അറിയണോ? അവർക്ക് കയ്യും കാലും പിടിച്ച് കെട്ടി 5 കൊല്ലം കഴിഞ്ഞു. ബസ് പിടിച്ച് നേരെ പുഴവക്കത്ത് കൊണ്ടുപോയി വഞ്ചിയിൽ കയറ്റി. വഞ്ചിയിൽ കിടന്ന് നിലവിളി. വഞ്ചി തുഴയാൻ അവനെ സമ്മതിക്കില്ല. അവൻ മുന്നോട്ട് തുഴയുമ്പോൾ പിന്നോട്ട് തുഴയാൻ നിൽക്കും. അവൻ്റെ കയ്യും കാലും വായും നാവും ഒക്കെ പിടിച്ച് കെട്ടിയിട്ട് ഒരു ചാക്കിലിട്ടാക്കി, കുട്ടിച്ചാക്കിലിട്ട് തട്ടിക്കെട്ടി മൂട്ടയാക്കിയിട്ട് അങ്ങോട്ട് ഒരു വിധം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നേരെ അങ്ങടെ മടയിലേക്ക് കൊണ്ടിടും. എന്താ പറയുക, പുലിമടയിലേക്കോ നെരിമടയിലേക്കോ എന്താ വെച്ചാൽ കൊണ്ടങ്ങോട്ട് വിൽക്കും, ഇവരിങ്ങോട്ട് പോരും. ഇത് 5 കൊല്ലം കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കണ ഒരു സാമാന്യ അവിടുത്തെ പഴമക്കാർക്കൊക്കെ ഇതൊരു പുത്തിരിയല്ല. ഇത് വരും, വലിയ കേമത്തിൽ വരും. പോണ പോക്ക് ഇങ്ങനെയാണ്. ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തം വന്നു. അവൻ കയറി 5 കൊല്ലം, ഓക്കെ, നോ പ്രോബ്ലം. 5 കൊല്ലം കഴിയാറായി. അപ്പോൾ 4 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ മന്ത്രിമാരൊക്കെ വന്നിട്ട് പറയും, അതെ 1 കൊല്ലം കൂടി ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല. ചിലവർ പറയും 1 കൊല്ലം ഉള്ളൂ, ഒരു എക്സ്റ്റൻഷനൊക്കെ കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിക്കും. ഇയാൾ ഒന്നും ചോദിക്കണില്ല. 1 കൊല്ലം കൂടി ഉള്ളോ? 1 കൊല്ലം കൂടി ഉണ്ടല്ലേ? ശരി, എന്താപ്പോൾ ചെയ്യാം, 1 കൊല്ലം കൂടി ഉണ്ടല്ലോ, ശരി നോക്കാം. അത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ അതേ ഇനി 6 മാസം അല്ലോ കേട്ടോ. അതെയോ, 6 മാസം ഉണ്ടല്ലേ? 6 മാസം ഉണ്ട്, ഓക്കെ, കുഴപ്പമില്ല. ഇവന് യാതൊരു വേവലാതി ഇല്ല. മറ്റേത് ആൾക്കാർക്ക് ഇങ്ങനെ ദിവസം എത്തും തോറും മനുഷ്യന് മുഖഭാവമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇല്ലേ? ചുവന്ന ലൈറ്റ്, മഞ്ഞ ലൈറ്റ്, റെഡ് ലൈറ്റൊക്കെ ഇങ്ങനെ ഡാൻസിന് അടിക്കില്ലേ, കളറ് മാറുന്ന പോലെ മുഖഭാവം. അതിങ്ങനെ മുഖഭാവം മാറിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും. അങ്ങനെയാണ് ഒരു അനുഭവം. 5-10 രാജാക്കന്മാരെ അയച്ച വീരന്മാരുണ്ട് അവിടെ, 19 കൊല്ലമായിട്ട് ജോലി എടുക്കുന്നവർ. ഇത് കയറ് കെട്ടി വരുന്ന കിങ്കരന്മാർ, അതിനുള്ള അധികാരികളൊക്കെ ഉണ്ടാവുമല്ലോ, ഓഫീസർമാരൊക്കെ. അവരൊക്കെ സർവീസിലുള്ളവരെല്ലാവരും കുറേ 5-8 ആൾക്കാരെ ഇങ്ങനെ കണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ. അതിന് മുമ്പ് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛനൊരു 10-15 ആൾക്കാരെ അച്ഛനും കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ 8-10 ആൾക്കാർ, താനടക്കം 15ാമത്തെ ആളാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ്. അപ്പം ഇയാൾക്കൊരു മുഖഭാവവും ഇല്ല, മാറ്റമില്ല, ഒന്നുമില്ല. അവസാനം ഒരു ദിവസം ഒന്ന് പറഞ്ഞു, അതെ അടുത്ത ആഴ്ചയാണ് നമ്മുടെ യാത്ര കേട്ടോ. ആയിക്കോട്ടെ. ഇയാൾക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ പറയുക, അയാളുടെ ഇൻസ്പിറേഷൻ കൂടുകയാണ്. മനസ്സിലിങ്ങനെ സന്തോഷം കൂടി 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 വരിക. രാജാവിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു, രാജസ്ഥാനം ഒഴിഞ്ഞു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അയാൾക്ക് സന്തോഷമാണ്. ഓ അതെയോ, ഒരാഴ്ച കൂടി ഉണ്ടല്ലേ, എങ്ങനെയും കഴിച്ചു വിട്ടാം എന്നൊക്കെ അയാളുടെ പറച്ചില്ല. അത് കഴിഞ്ഞ് അവസാനം തലേ ദിവസം വന്നു, ഭടന്മാർ വന്നു. അതേ നാളെയാണ്. ഓ നാളെ, ഇന്ന് പോകണോ? ഇന്ന് പോകണ്ട, ഇന്ന് പോകണ്ട, അങ്ങനെ ഓവർ എന്തുസിയാസം കാണിക്കണ്ട. ഒരു ദിവസം കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതെയോ? നാളെ എപ്പോഴാണ് വരിക? നിങ്ങൾ വരണമെന്നില്ല, ഞാൻ അങ്ങോട്ട് വരാം. അല്ലല്ല, അങ്ങനെയല്ല, ഇവിടുത്തെ ചിട്ട അങ്ങനെയല്ല. ഇവിടുത്തെ ചിട്ട ഇവിടുന്ന് തന്നെ കൊണ്ടുപോകണമെന്നാണ്. അല്ല, ഞാനതിന് ബഹളമൊന്നും കൂട്ടണില്ലെന്ന്. ഞാൻ അങ്ങോട്ട് പുഴക്കടവിലേക്ക് ഞാൻ അങ്ങോട്ട് വന്നോളാം. അത് ചോദിച്ചില്ല, ഞങ്ങൾ നിങ്ങളെ കൂടെ കൊണ്ടുപോകും. ഞാൻ നാളെ വന്നോളൂ. എത്ര മണിക്കാണ് വരിക? 10 മണിക്ക് വരാം. ഓ 10 മണിയാക്കണോ? 2 മണിക്കൂർ നേരത്തെ പോയാൽ പോരെ, വെയിലാവുമ്പോഴേക്കും അങ്ങോട്ട് എത്താലോ. അത് പറ്റില്ല, 10 മണിയാണ് ഇവിടുത്തെ സമയം. നമ്മുടെ 10 മണി, 10 മണിക്ക് പിറ്റേ ദിവസം വന്ന ആൾക്കാർ. അപ്പം എല്ലാവരും വിചാരിച്ചു പണ്ടത്തെ പോലെ, പലത്തെ ആൾക്കാരെ പോലെ കരച്ചിലും പിരിച്ചിലും അതും ഇതും സങ്കടം പറച്ചിലൊക്കെ ആവും. പൊട്ടൻ ഡ്രൈവറൊന്നും അറിഞ്ഞിട്ടില്ലേ വിവരം. ഇന്നലത്തെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും എങ്ങടാ പോകണമെന്ന്. കാട്ടിലേക്കാണ് പോകണം. കാട്ടിലും ജനങ്ങളുടെ വന്യജന്തുക്കളുടെ മടയിലേക്ക് വലിച്ചെറിയാനാകുമ്പോൾ പോകണമെന്ന് ഇന്നലെ ഈ പൊട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തപ്പോൾ അതിലൊക്കെ ഉണ്ട്. ഒന്നും വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ലേ? ഈ അധികാരം കിട്ടുന്ന മോഹത്തിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുണ്ടാവും. ഒന്നും വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. അതൊക്കെ എന്നിങ്ങനെ കഴിയാമെന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ ഇവനെ പിടിച്ചു, ഒന്ന് 10 മണിക്ക് കൊണ്ടുപോയി. നമുക്ക് പോവാ, കൈ പിടിച്ചു. കൈയൊന്നും പിടിക്കണ്ടോ, വിടുക, ഞാൻ വരാം തൻ്റെ കൂടെ. എന്തിനാ അപ്പോൾ? അങ്ങനെയല്ല, അവിടെ പോലീസ് മുറ അങ്ങനെയാണ്. പോലീസ് മുറ ഞാൻ പറഞ്ഞത് കേട്ട പിന്നെ എന്താ പോലീസ് മുറ? തന്നെ വിട്ടോളൂ, ഞാൻ വരാം, ഞാൻ ഓടിപ്പോകുന്നില്ല, നിങ്ങളുടെ കൂടെ വരാം ഞാൻ. അത് പറ്റില്ല, പോലീസ് ജീപ്പിൽ തന്നെ കയറ്റണം എന്ന് പറഞ്ഞ പോലെ അവരുടെ ചിട്ടപ്രകാരം കൈയൊക്കെ പിടിച്ച് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ രഥത്തിൻ്റെ ഉള്ള കാളവണ്ടിയിലൊക്കെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി വഞ്ചി കൊണ്ടുവന്നു. ആ വഞ്ചിയിലേക്ക് ഇയാൾക്കൊരു മടിയില്ല. ആൾക്കാർക്ക് ആശ്ചര്യം, ഇയാൾക്ക് പ്രാന്ത് പിടിച്ചു വന്നായി വിചാരം. അല്ല, ഇയാളുടെ സമനില തെറ്റിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു.
ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരം തുടങ്ങി. എന്താടോ ഇയാളിങ്ങനെ, ഇയാൾക്ക് വിവരമൊന്നും ഇല്ലാന്നുണ്ടോ? വിവരം അറിഞ്ഞിട്ടില്ലേ ഇയാൾ? എങ്ങടെ പോകണമെന്നുള്ള ബോധം ഉണ്ടാവണ്ടല്ലേ? കാലുടിച്ച് കിടന്നുണ്ടാവും, എന്താ പോകണമെന്നൊരു വിവരം ഉണ്ടാവില്ലേ? ഒക്കെ ഫോറിൻ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. 5 കൊല്ലമായില്ലേ. അപ്പം എന്താ ചെയ്യണം, ഏതാ ചെയ്യണം, തലയ്ക്ക് വെളിവില്ലാന്ന് അതിൻ്റെ തോന്നാം. പ്രാന്ത് പിടിച്ചെന്നാക്കി തോന്നട്ടെ അയാൾക്ക്. അത് നമ്മൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാം. നമുക്കിപ്പോൾ മറ്റേ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഇയാൾ കിടന്ന് ചാടിത്തുള്ളുക സന്തോഷം കൊണ്ട്, ഹൈ ഹൈ എന്ന് പറഞ്ഞിട്ട്, കൃഷ്ണ രാമ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്ക് ഡാൻസ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ വഞ്ചിയിൽ കിടന്ന് വഞ്ചി മറയ്ക്കുന്നുള്ള ഘട്ടമായി. വഞ്ചിക്കാരൻ ഒന്നും മിണ്ടാണ്ടിരിക്കണോ അവിടെ? ഒരു രാജാവൊന്നുമല്ലല്ലോ, മാറിയില്ലേ, പേടിക്കണ്ടല്ലോ. തന്നോടല്ലേ പറഞ്ഞു മിണ്ടാണ്ടിരിക്കുക. മിണ്ടാണ്ടിരുന്നു, ചിറിച്ചു, കളിച്ച് വഞ്ചിയിൽ കുറച്ച് ദൂരം ഉണ്ട് പോകാൻ. ഒരു രാമപുരത്തുകാരുടെ വഞ്ചിപ്പാട്ടും വഞ്ചിപ്പാട്ട് രീതിയിൽ തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു എന്നിങ്ങനെ വഞ്ചിപ്പാട്ടും പാടിയിട്ട് ഇങ്ങനെ സന്തോഷിച്ചിട്ട് പോവുക വഞ്ചിയിലേ. അപ്പോൾ ആൾക്കാർ വഞ്ചിയിൽ 2-3 ആൾക്കാരുണ്ട്. നിങ്ങളുടെ അപ്പുറത്തേക്ക് കെട്ടി വലിച്ചെറിയാൻ 2 ആൾക്കാർ, എസ്കോട്ട് ഗാർഡ്. എനിക്ക് ഒപ്പിട്ട് കൊടുക്കണ്ടേ കടലാസ്, ഇയാളങ്ങനെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്കൊന്നും ഒരു പിടി കിട്ടണില്ല. ഇയാൾ പാട്ടൊക്കെ പാടിയിട്ട്, വഞ്ചിപ്പാട്ടൊക്കെ പാടിയിട്ടായിരിക്കണം വഞ്ചിയിൽ. അത് കഴിഞ്ഞു കാട്ടിലേക്ക് എത്തിയപ്പോൾ ഇവരോട് പറഞ്ഞു, ഇനി ഞാൻ പൊക്കോളാം, നിങ്ങളങ്ങോട്ട് പൊക്കോളും പറഞ്ഞു. ഏയ് ഞാൻ പോവേ, നിങ്ങളെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ടേ ഞാൻ പോവുള്ളൂ. വിടണോ? ഞാൻ വന്നോളൂ അങ്ങനെ അയാൾ ഇങ്ങോട്ട് പോയി. അപ്പം നോക്കിയപ്പോഴാണ് അവിടെ ഈ കാടും ഇല്ല, ഒന്നുമില്ല. ഇവരാകെ അന്തം വിട്ടു. കാരണം ഇവർ 5 കൊല്ലത്തിൽ ഒരിക്കൽ അങ്ങോട്ട് പോവുള്ളേ, ഈ വഞ്ചിക്കാരും ഈ എന്താ പറയുക ഓഫീസർമാരൊക്കെ ഒപ്പിട്ട് മേടിക്കാനേ. അപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് വന്നതാണ്. അപ്പോൾ 5 കൊല്ലം മുമ്പ് വന്നപ്പോൾ ഉള്ള സ്ഥലമൊന്നുമല്ല ഇവിടെ. കാടൊക്കെ വളരെ വെട്ടി തെളിച്ചിരിക്കുന്നു. കാടൊന്നുമില്ല. ആ കാടിൻ്റെ അപ്പുറത്ത് വലിയൊരു സിറ്റിയാണ്, വേറൊരു സാമന്ത രാജാവിൻ്റെ. ആ സിറ്റിയിലേക്ക് ഒരു വഴി, ഒരു ചെറിയ ഹൈവേ പോലെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 2-3-4-5 കിലോമീറ്റർ ചുറ്റും കാടൊക്കെ വെട്ടി തെളിയിച്ച് വലിയ മതിലൊക്കെ കെട്ടി, അതിന് നടുക്കിൽ വലിയൊരു ബിൽഡിങ്, സുഖവാസ കേന്ദ്രം. അതൊന്നും കണ്ടാൽ മൃഗങ്ങളൊന്നും ഇങ്ങോട്ട് അടുക്കില്ല. അത്രയ്ക്ക് വലിയ വേലികളൊക്കെ കെട്ടിരിക്കണം 4 പാടും. കാടൊക്കെ അപ്പുറത്താണ്. വലിയൊരു കോമ്പൗണ്ട്, ഒരു 5-6 ഏക്കറുള്ളൊരു കോമ്പൗണ്ട്. അതിൽ നല്ലൊരു വീട്, ടെന്നീസ് കോർട്ട്, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഔട്ട് ഹൗസ്, പഠിപ്പര, അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ഹൈവേ, ആ സിറ്റിയിലേക്ക് പോയി വരാം. അയാൾ പറഞ്ഞു എൻ്റെ ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വഞ്ചിയോട് പോയിട്ട് ഫാമിലിയും കൊണ്ടുവരാൻ പറഞ്ഞു. ഫാമിലിയും കൊണ്ടുവന്നു. ഇയാൾ അവിടെ സുഖമായിട്ട് ജീവിച്ചു. അയാളുടെ പേര്, രാജാവിൻ്റെ പേര് ബുദ്ധിമാൻ എന്നായിരുന്നു. കഥയാണ്. അപ്പോൾ ഇയാൾ 5 കൊല്ലത്തെ ഏറ്റവും വലിയ എല്ലാ അധികാരവും കയ്യിൽ കിട്ടിയിട്ട് അയാൾ ചെയ്തത് എന്താ അറിയോ? രാജ്യം ഭരിക്കും അയാൾ, സംഗതിയൊക്കെ ശരിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അയാൾ വേറൊരു കാര്യം ചെയ്തു. അയാൾക്ക് അധികാര പരിധിയിലുള്ള കാര്യം വേഗം PWD ഡിപ്പാർട്ട്മെൻറ്റിനെ അങ്ങോട്ട് വിളിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യേ, അപ്പുറത്ത് കാടില്ലേ, അതൊക്കെ വെട്ടി തെളിക്കുക. അതൊക്കെ വെട്ടി തെളിച്ച് അതിൻ്റെ അപ്പുറത്തൊരു സിറ്റിയില്ലേ, ഒരു രത്നപുരി, ആ രത്നപുരിയിലേക്ക് വിടുന്നൊരു ഹൈവേ റോഡ് അങ്ങോട്ട് ഇട്ടു. അവിടെ കുറച്ച് പുഴയൊക്കെ ഉണ്ട്, അവിടെ 1-2 പാലം കെട്ടിയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യുക, അങ്ങോട്ട് പോകണം. അത് കണക്ട് ചെയ്തിട്ടു. ഈ കാടൊക്കെ വിടുന്ന ഒരു 3-4 കിലോമീറ്റർ വരെ ദൂരമുള്ള കാടൊക്കെ വെട്ടിക്കളഞ്ഞ് കംപ്ലീറ്റ് ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ച് 4 പുറവും മതിൽ കെട്ടി ഹൈ ഫെൻസിങ് ഇട്ട്, ആ പുലിയും കുതിരയൊന്നും പുലിയും നരിയും സിംഹമൊന്നും ചാടി അങ്ങോട്ട് എത്താൻ പാടില്ല. അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടൊരു സ്ഥലം ഉണ്ടാക്കുക. 5 കൊല്ലത്തിനുള്ളിൽ ഇവർ അതായിരുന്നു ഉണ്ടാക്കൽ. അദ്ദേഹത്തിൻ്റെ പ്ലാൻ അതായിരുന്നു. ആരോടും മിണ്ടിയില്ല. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്തിനാണ് വ്യസനിക്കണം? അധികാരം വിട്ടൊന്നും ചെയ്തിട്ടില്ല. അയാൾ ചെയ്യാൻ പറ്റാത്തതൊന്നും ചെയ്തിട്ടില്ല. അധികാരത്തിലിരിക്കുമ്പോൾ അയാൾക്ക് എല്ലാ അധികാരവും ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ജനങ്ങളെ പട്ടിണിക്കിടാൻ ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞു. അതിനുള്ള സ്വത്ത് രാജ്യത്തുണ്ടേനി. പക്ഷെ അയാളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് 5 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ പെർമനൻ്റ് അല്ല എന്ന് അയാൾക്ക് നല്ലോണം അറിയാം.
ഇത് ഇവിടുന്ന് വിട്ടു പോകേണ്ടി വരും. ഈ സുഖസൗകര്യക്കാരൊക്കെ 5 കൊല്ലേ കിട്ടുള്ളൂ. 5 കൊല്ലം ആൾക്ക് അവിടെ ആയുസുള്ളൂ രാജാവായിട്ട്. അത് കഴിഞ്ഞാൽ പോകേണ്ടി വരും. പണ്ട് പോയ ആൾക്കാരുടെ കാര്യമൊക്കെ ഞാൻ നല്ലോണം പഠിച്ചു. എല്ലാവരും ഇതേപോലെ കണ്ണുന്ന് വെള്ളം ഒലിപ്പിച്ചിട്ടാണ് പോയിക്കണം. എനിക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആ അധികാരങ്ങൾ എനിക്ക് തന്നതാണ്. ആ അധികാരങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ ആ കാടൊക്കെ വെട്ടി തെളിക്കും. അവിടെ നല്ലൊരു ബിൽഡിംഗ് കിട്ടും. അവിടെ എനിക്കും എൻ്റെ ഫാമിലിക്കും താമസിക്കാനുള്ള സുഖവാസ കേന്ദ്രം. എന്തു വേണം? വിളവെടുക്കാം, പാടണ്ട്, നെല്ലെടുക്കാം, കപ്പ നടാം, കൃഷി ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിൽ അവിടെ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഫാമിലിക്ക് പെൻഷനും കിട്ടില്ല. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരാൾ പോയി കഴിഞ്ഞാൽ ഫാമിലിക്ക് നല്ല ഫാറ്റ് പെൻഷൻ ഉണ്ടാവും അവിടെ. അതൊക്കെ വ്യവസ്ഥയിലുണ്ടാവും, അതും കിട്ടും. അപ്പുറത്ത് വലിയൊരു സിറ്റിയാണ് രത്നപുരി. അങ്ങോട്ട് ജോയിൻ ചെയ്യാനുള്ള റോഡും ഉണ്ട്. അയാൾക്കിത് സംഭവിച്ചു, ഇയാൾക്കിത് പറ്റിയത് എന്തുകൊണ്ടാണ്? അയാളുടെ അധികാരം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ബുദ്ധിമാൻ എന്നാണ് ആ രാജാവിൻ്റെ പേര്. ബുദ്ധിമാൻ. അയാളുടെ കഴിവിലുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ച് ഒന്നും ദുർവിനിയോഗം ചെയ്യാതെ വേണ്ട പോലെ അയാളുടെ ഫ്യൂച്ചർ ഹി ഹാസ് പ്ലാൻഡ്. നമുക്കും അതേപോലെ ചെയ്തുകൂടെ? അടുത്ത ജന്മത്തിലേക്കുള്ള ഫ്യൂച്ചർ ഇതിൽ നിന്നൊക്കെ, ഈ ചളിക്കുണ്ടിൽ നിന്നും ഈ എന്താ പറയുക യന്ത്രൂഞ്ഞാലിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കളിക്കാനുള്ള ശക്തി ഉണ്ടാക്കാൻ നമ്മളുടെ മനസ്സിന് കഴിവില്ലേ? നമ്മളുടെ ബുദ്ധിക്ക് കഴിവില്ലേ? വിജ്ഞാനം ഇല്ലേ നമുക്ക്? അധികാരമില്ലേ നമുക്ക്? നമ്മളെല്ലാം ക്വാളിഫൈഡ് അല്ലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ അട്ട പോലെ പിടിച്ചിങ്ങനെ ഇരിക്കണു? ബാലസ്താവ് ക്രീഡാസക്ത, തരുണസ്താവ് തരുണീസക്ത എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ പ്രയത്നം ചെയ്തിട്ട് ഐ ആം റെഡി ഫോർ ദ ഡെത്ത്? ആർട്ട് ഓഫ് ഡൈയിങ്. മരണത്തിനെ ഒരു കലയാക്കി മാറ്റാം. കാരണം എനിക്കറിയാം, ഐ ഹാവ് നോ മോർ ബർത്ത്, ഫിനിഷ്ഡ്, ദിസ് ഈസ് ദി എൻഡ് ഓഫ് ഇറ്റ്. ആ ജ്ഞാനം ഞാൻ അനുഭവിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എന്ത് ബർത്ത്, എന്ത് ഡെത്ത്, സോ വാട്ട്, ഐ ഡോണ്ട് കെയർ. എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റില്ല, ഒരു ബുദ്ധിമാനേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ലക്ഷ്യബോധം വെച്ച് നമ്മൾ എന്ത് കർമ്മം ഇവിടെ ചെയ്യുന്നുവോ അതിൻ്റെ ഫലമൊന്നും പോവില്ല. അത് നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടും. ഈ ജന്മത്തിൽ അഥവാ നമുക്ക് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ക്യാരിഡ് ഫോർവേഡ്. അടുത്ത ജന്മം ചിലപ്പോൾ ഒരു ആനയായിട്ടാവും ജനിക്കുന്നുണ്ടാവുക. നമുക്ക് ചിലപ്പോൾ ആർക്കറിയാം ഗജേന്ദ്രനായിക്കൂടാന്നുണ്ടോ, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പുലി ആയിക്കൂടാന്നുണ്ടോ, ശിവൻ്റെ നന്ദി ആയിക്കൂടാന്നുണ്ടോ? അപ്പോൾ ആ ചെറിയ വാസനകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്ന വാസനകൾ എന്തായിരിക്കും? ഈ ആത്മജ്ഞാനം ഇയാൾക്ക് കുറേ ഉണ്ട്, ഇയാൾ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, കുറേ അറിവ് ഇയാൾക്കുണ്ട്, എന്തൊക്കെയോ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ചാൻസും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു 20 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ട്രാൻസ്ഫർ ആയിട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് യു ആർ ബോൺ എന്ന് പറഞ്ഞാൽ ഇത് ക്യാരിഡ് ഫോർവേഡ്. ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലങ്ങളെല്ലാം ക്യാരിഡ് ഫോർവേഡ്. പിന്നെ അവിടുന്ന് നമ്മൾ തുടങ്ങണ്ടോ? ക്യാരി ഓവർ, പേജ് 79. അപ്പോൾ 50-ാമത്തെ പേജിൽ എഴുതി നിർത്തി. ഇനി അപ്പോൾ 79-ാമത്തെ പേജിലേക്ക് മാറ്റിക്കോളും. പിന്നെ അവിടുന്ന് തുടങ്ങുക. ഇതിനുള്ള പവർ നമുക്കുണ്ടെന്ന് പറയുന്നത്. ആ പവർ നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. ജന്തൂനാം നരജന്മ ദുർലഭം. അതുകൊണ്ട് ഭഗവാനെ, ഗുരുവായൂരപ്പ, സദാസമയത്തും അങ്ങയോട് നിങ്ങൾ നന്ദി പറയുന്നു. വി നോ വി ഡോണ്ട് ഡിസേർവ് ദിസ്. ഭഗവാന്റെ കൃപാകാരുണ്യം കൊണ്ട്, കടാക്ഷം കൊണ്ട് ഭഗവാൻ ഞങ്ങളെ കടാക്ഷിച്ചതാണ്. നിങ്ങൾ നേരെ ആയിക്കോളാം. ഇത്രയും കൊല്ലം വൃദ്ധയായിട്ട് നടന്നു, സാരില്ല. പ്രായോപി തമ്നം നവതിം പ്രായോപി തമ്നം വ്യഥ തം കാരുണ്യനിധിം പ്രപദ്യ ശരണം തേഷായുഷാം തോഷയാ. 90 വയസ്സായി, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടിതൊന്നുമില്ല ഭഗവാനെ, എനിക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ബാക്കിയുള്ള ആയുസ് മതി എന്ന് പറഞ്ഞിട്ടല്ലേ ചേലപ്പറമ്പ് നമ്പൂരി നമസ്കരിച്ചത്. അങ്ങനെ ഞാൻ ചെയ്തോളാം. എത്രയോ കൊല്ലം ഞാൻ വേസ്റ്റ് ചെയ്തു, അതിലൊന്നും എനിക്ക് കുണ്ഠിതമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ചെയ്യുന്നത്
ഓരോ അടി വയ്ക്കുന്നതും ഭഗവാന്റെ സന്നിധിയിലേക്ക് അടുക്കാനാണ്, അല്ലാണ്ട് അവിടുന്ന് ദൂരമായിട്ട് ഞാൻ പോവില്ല. ഒരു പ്രൊസഷൻ്റെ പിന്നാലെ ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ ആ പ്രൊസഷൻ ഡയറക്ഷനിലാണ് കുട്ടി പോകുന്നതെന്നുണ്ടെങ്കിൽ ഓരോ അടിവെപ്പും ആ പ്രൊസഷൻ്റെ പിന്നാലെ ആവും. വീട്ടിൽ നിന്ന് അകന്നു പോവുക കുട്ടി. അപ്പോൾ ആരെങ്കിലും ചെന്നിട്ട് ആ കുട്ടിയുടെ സ്റ്റെപ്പ് ഒന്നും ഇങ്ങോട്ട് മാറ്റണം, റിവേഴ്സ് ചെയ്യണം. പീച്ചേ മോഡാക്കണം. അത് ഞാൻ ഇന്ന് തൊട്ട് തീരുമാനിച്ചു. ഈ വെമ്പലും ഈ വെപ്രാളും ഈ അസൂയ, കുശുമ്പ, വാശി, ദുർമന്ത്രം, എന്താ പറയുക, ദുർവാസന, ഇതൊക്കെ ഇന്ന് ഞാൻ തീയിലിടും തന്നെയൊക്കെ എടുത്തിട്ട്. ഇന്ന് ഇത് കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ പണി ഇതാണ്, എല്ലാം എടുത്ത് ചാമ്പലാക്കുക. കാമ, ക്രോധ, ലോഭ, മോഹമത മത്സരങ്ങൾ ആവുന്നതൊക്കെ, ചിലതൊക്കെ ബാക്കി വെക്കേണ്ടി വരും, ചിലരൊക്കെ കാണാണ്ട്, അത് ഞാൻ കണ്ടിട്ടേ കൂടുള്ളൂ, അത് സാരില്ല. എന്നാലും കുറേ കടലാസുകൾ ചീന്തി കളയുണ്ട്, കുറേ കടലാസുകൾ ചവറ്റക്കൊട്ടയിൽ ഇടാറുണ്ട്. അതൊക്കെ ഞാൻ കീറിയിട്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഭഗവാൻ തന്നതിന് താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഹരി ഓം, ഉഷാ, ഗുരുവായൂരപ്പ. ഇത്രയേ ഉള്ളൂ. അതാണ് കൃതജ്ഞത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. കൃതജ്ഞ 332 കൃതജ്ഞ, താങ്ക്ഫുൾനെസ്. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് കാണിക്കേണ്ടത്, വായ കൊണ്ടല്ല, നാവ് കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് കാണിക്കേണ്ടത്. അല്ലാണ്ട് താങ്ക്സ് ഗിവിങ് ഡേ, ഒരാഴ്ച ഒരു ലീവ്, വെക്കേഷൻ, അങ്ങനെയല്ല. നമുക്ക് താങ്ക്സ് ഗിവിങ്ങിന് അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല. ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മുടെ താങ്ക്സ് ഗിവിങ് ആണ്. അതറിഞ്ഞ് അതുപോലെ പ്രവർത്തിക്കുക, ബുദ്ധിമാൻ പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കുക. മനസ്സിലായില്ലേ? അപ്പം അടുത്ത നാമം നോക്ക്, നാളെ നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവാനേ, കൃഷ്ണ, ഗുരുവായൂരപ്പാ.